തയ്യാറാക്കിയതിന്. പക്ഷേ ശ്രീ BN ഹസ്കർ, നിങ്ങൾ അത് കണ്ട് കൊതിക്കുകയൊന്നും വേണ്ട. അത് UDFന്റെ സീറ്റാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്തിന് മേൽക്കേ ഉള്ള ഒരു സീറ്റ് തന്നെയാണ്. അവിടുത്തെ അന്തരീക്ഷവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അൻവർ വന്ന് എന്തോ കുളം കലക്കി കളയും എന്നുള്ള ഒരു പ്രതീതി നിങ്ങൾക്കുണ്ടെങ്കിൽ തൽക്കാലം തെറ്റാണ്. അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടെന്ന് തോന്നുമെങ്കിൽ പോലും. അല്ല മഞ്ജുഷ്, ഇതില് കേരളത്തിലെ രാഷ്ട്രീയത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും വളരെ കൃത്യമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ എം സ്വരാജിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഘട്ടം വരെ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സര സാധ്യത UDF ഉണ്ടായിരുന്നു. ആ മത്സര സാധ്യതകൾ പോലും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് സ്വരാജിനെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച പാർട്ടിയുടെ തീരുമാനം വന്നതിന് പിറകെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എം സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന നാടാണ്. അതിലൊക്കെ ഉപരിയായി ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ മുതൽ മുനിസിപ്പൽ ചെയർമാൻ വരെ ആയിരുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പിൻബലം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിലമ്പൂരിന്റെ നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനമാണ്. മുസ്ലിം ലീഗിന് വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അത് ഒരുപക്ഷെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗുമായി നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചന പോലും ഉണ്ട്. സാധാരണഗതിയിൽ UDFന്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലൊക്കെ തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കുന്ന പതിവുണ്ട്. ലീഗിന്റെ പാണക്കാട് കുടുംബാംഗങ്ങളിൽ നിന്ന് ആരും പങ്കെടുക്കാത്ത അപൂർവം മലപ്പുറത്ത് നടക്കുന്ന അപൂർവം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടത്. അപ്പോ ലീഗിന് താല്പര്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഒരുപക്ഷെ UDF പ്രഖ്യാപിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേനെ. അത്തരത്തിൽ അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു. ഈ ആരോപണം ലീഗിന് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന്. ആര്യാടൻ ഷൗക്കത്തും ലീഗും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞു തീർത്തതല്ലേ? ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നതിൽ ലീഗിന് അങ്ങനെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അത് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ ഈ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളാണല്ലോ. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. അത് പക്ഷേ കോൺഗ്രസ് മുഖവിലേക്ക് എടുത്തില്ല. അതല്ലാതെ ലീഗിന്റെ ഭാഗത്ത് ഇന്നയാൾ സ്ഥാനാർത്ഥിയാകണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, ലീഗിനും ഇപ്പോൾ ഒരു പ്രസ്റ്റീജ് മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഷൗക്കത്തിനെ വിജയിപ്പിച്ചെടുക്കുക. മഞ്ജുഷ്, ഒരിക്കലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഘട്ടത്തിൽ ഒരു മുന്നണി മറ്റൊരു മുന്നണിയിലുള്ള ഒരു അംഗം മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിർദ്ദേശം നൽകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മറിച്ച് ഇപ്പോ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾക്കപ്പുറം ലീഗിന്റെ അണികളെ മുറിപ്പെടുത്തുന്ന തരത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റേതും അദ്ദേഹത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദും ഒക്കെ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ പാണക്കാട് കുടുംബത്തെ ആക്രമിച്ചിട്ടുണ്ട്. അതൊരു വലിയ നോവായി വേദനയായി ലീഗ് അണികൾക്കിടയിലുണ്ട്. അത് അങ്ങനെ പെട്ടെന്നൊന്നും പരിഹരിക്കുന്ന വിഷയമല്ല. ലീഗിന്റെ ആത്മീയ സത്ത ഉൾക്കൊള്ളുന്ന ഇതും ആത്മീയ നേതാവായി കാണുന്നതുമാണ് ലീഗ് അണികൾക്ക് പാണക്കാട് കുടുംബാംഗങ്ങൾ. അപ്പൊ സ്വാഭാവികമായും പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്ത ഒരു കൺവെൻഷൻ അതിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നത് നിശ്ചയമായും ലീഗ് അണികൾക്കിടയിൽ ഇത്തരം ഒരു മനോഭാവം വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ഹസ്കർ പറയുന്ന പോലെ അങ്ങനെ ഒരു